ഹരിശ്രീ ഗണപതയെ നമ എന്ന നാവിൻതുമ്പിൽ കുറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യയുടെ ലോകത്തേക്ക് പിച്ചവെച്ച് എത്തിയത്. വിദ്യാരംഭം കുറിക്കാനായി ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. തിങ്കളാഴ്ച അറിവിൻ്റെ ആദ്യക്ഷരം കുറിച്ച് വാഗ്ദേവതയുടെ അനുഗ്രഹം തേടിയെത്താൻ കുരുന്നുകളെല്ലാം മാതാപിതാക്കളോടും മുത്തച്ഛന്മാരോടും ഒപ്പമാണ് പല ക്ഷേത്രങ്ങളിലും എത്തിയത്. ദേവീക്ഷേത്രങ്ങളിലായിരുന്നു കൂടുതലായും ഹരിശ്രീ കുറിക്കാൻ കുട്ടികൾ എത്തിയത്. പ്രമുഖ ദേവീക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ 3 മണിയോടെ നട തുറന്നപ്പോൾ തന്നെ സരസ്വതി മണ്ഡപത്തിൽ ഹരിശ്രീ കുറിക്കാനായി ഒട്ടേറെ പേർ എത്തുന്നത് കാണാൻ കഴിയുമായിരുന്നു. വിദ്യയുടെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്നത് ഒപ്പം തന്നെ വിവിധ ക്ഷേത്ര സങ്കേതങ്ങളിൽ വിവിധ തരത്തിലുള്ള വിദ്യാനുബന്ധ കർമ്മ മേഖലകളിലേക്കും നൂറുകണക്കിന് കുരുന്നുകൾ ആരംഭം കുറിച്ച് കടന്നെത്തി. സാധാരണയായി 3-5 വയസ്സുകളിലാണ് വിദ്യാരംഭത്തിന് ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നത്. 2-4 തുടങ്ങിയ ഇരട്ട വയസ്സുകളിൽ വിദ്യാരംഭം നടത്തുന്നത് ശുഭകരമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥിതി ഉള്ളപ്പോഴും ഈ ഗ്രഹങ്ങളിലും ആഴ്ചകളിലും വിദ്യ ആരംഭിക്കുന്നത് പാണ്ഡിത്യം, വാഗ്മിത്വം എന്നിവ സ്വായത്തമാക്കുവാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അക്ഷരാരംഭവും വിദ്യാരംഭവും രണ്ടാണെന്ന വലിയ തിരിച്ചറിവ് സമ്മാനിച്ചുകൊണ്ടായിരുന്നു വിദ്യയുടെ ആരംഭം കുറിക്കൽ ചടങ്ങുകൾ ക്രമീകരിച്ചത്. കുട്ടിയെ എഴുത്തിനിരുത്തുന്ന ചടങ്ങിന് സാക്ഷികളാവാൻ മാതാപിതാക്കളും മുതിർന്ന തലമുറയും എത്തിയപ്പോൾ പലയിടങ്ങളിലും കുടുംബ സംഗമങ്ങളുടെ വലിയ പ്രതീതി തന്നെയാണ് എത്തിയത്. ഗുരുവിൻ്റെയോ ഗുരുസ്ഥാനീയരുടെയോ മടിവിൽ ശിശുവിനെ ഇരുത്തി നാക്കിൽ സ്വർണം കൊണ്ട് ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിയപ്പോൾ പുതിയ ഒട്ടേറെ പേർ മലയാളത്തിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് വിദ്യയുടെ ലോകത്തേക്ക് കടന്ന് എത്തുകയായിരുന്നു. കുറവലങ്ങാട് മേഖലയിൽ കാളികാവ് ദേവീക്ഷേത്രത്തിലും ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും കോഴ മുല്ലപ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലും മോനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലുമാണ് പ്രധാനമായും എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഈ മേഖലയിൽ തന്നെ ചെറിയ രീതിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയിരുന്നു.